ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PSC ലേണിംഗ് ആപ്പ്. കഴിഞ്ഞ ദിവസം നടന്ന UPSC പരീക്ഷയിലെ SCRT ചോദ്യങ്ങൾ ഏതൊക്കെ ചാപ്റ്ററിൽ നിന്ന് ഏതൊക്കെ ക്ലാസ്സിൽ നിന്ന് എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. തീർച്ചയായിട്ടും വരുന്ന LPST പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. SCRT 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള സോഷ്യൽ സയൻസ് മുഴുവൻ പാഠഭാഗങ്ങളുടെയും സയൻസ് ഇമ്പോർട്ടൻറ്റ് പാഠഭാഗങ്ങളുടെ വീഡിയോയും നമ്മുടെ ചാനലിൽ ലഭ്യമാണ്. സോ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മെസോപ്പൊട്ടാമിയൻ ജനതയുടെ നിർമ്മാണ വൈഭവത്തിന് തെളിവായ ആരാധനാലയങ്ങൾ അറിയപ്പെടുന്ന പേരെന്ത്? ഓപ്ഷൻ സി, സിഗുറാത്തുകളാണ് കറക്റ്റ് ആൻസർ. ഈ ചോദ്യം വന്നിരിക്കുന്നത് 5ാം ക്ലാസ് സോഷ്യൽ സയൻസ് ഫസ്റ്റ് ചാപ്റ്റർ കല്ലിൽ നിന്ന് ലോഹത്തിലേക്ക് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ്. അവിടെ കൃത്യമായിട്ടൊരു ബോക്സിൽ സിഗുറാത്തുകൾ മെസോപ്പൊട്ടാമിയൻ സംസ്കാരം എന്ന ഹെഡിങ്ങിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട്. സോ 5ാം ക്ലാസ് സോഷ്യൽ സയൻസിൽ നിന്നാണ് ചാപ്റ്റർ കല്ലിൽ നിന്ന് ലോഹത്തിലേക്ക്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, സാമൂഹ്യ സംഘമായ കുടുംബത്തിൻ്റെ സവിശേഷതകളിൽ ശരിയല്ലാത്തത് ഏത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ സി, ഔപചാരിക ബന്ധമാണ് കറക്റ്റ് ആൻസർ. നമ്മുടെ കുടുംബം എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട് 5ാം ക്ലാസ് സോഷ്യൽ സയൻസിൽ. അവിടെ കുടുംബത്തിൻ്റെ സവിശേഷതകൾ ലിസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സോ അതിൻ്റെ കറക്റ്റ് ആൻസർ സവിശേഷത അല്ലാത്തത് ഔപചാരിക ബന്ധം, ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹാരപ്പൻ സംസ്കാരത്തിൽ കൃഷിയുമായി ബന്ധപ്പെട്ട് രാജസ്ഥാനിലെ കാലിബംഗനിൽ നിന്നും താഴെ പറയുന്നവയിൽ എന്തിൻ്റെ തെളിവുകളാണ് ലഭിച്ചിട്ടുള്ളത്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, ഉഴുതവയൽ. ഈ ചോദ്യം വന്നിരിക്കുന്നത് 8ാം ക്ലാസ് സോഷ്യൽ സയൻസ് നദീതീര സംസ്കാരങ്ങളിലൂടെ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്, അതിൽ നിന്നാണ്. അവിടെ കൃത്യമായി കൊടുത്തിട്ടുണ്ട് രാജസ്ഥാനിലെ കാലിബംഗാനിൽ നിലം ഉഴുതുമറിച്ച് കൃഷി നടത്തിയിരുന്നു എന്നുള്ള സെൻറ്റൻസ് അവിടെ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സിമ്പിളാണ്. ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയ വ്യക്തി ആര്? ഓപ്ഷൻ എ, സുഭാഷ് ചന്ദ്രബോസ്. 10ാം ക്ലാസ് സോഷ്യൽ സയൻസ് സമരവും സ്വാതന്ത്ര്യവും. ഗാന്ധിയൻ സമരരീതികളോട് പല ഘട്ടങ്ങളിലും വിയോജിപ്പ് പ്രകടിപ്പിച്ച ആളായിരുന്നു സുഭാഷ് ചന്ദ്രബോസ്. കോൺഗ്രസ് വിട്ട് അദ്ദേഹം ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകി. നെക്സ്റ്റ്, സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ TK മാധവന്റെ നേതൃത്വത്തിൽ നടന്ന പ്രക്ഷോഭം ഏത്? ഓപ്ഷൻ സി, വൈക്കം സത്യാഗ്രഹമാണ്. 10th സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസിൽ നിന്ന് തന്നെയാണ് കേരളം ആധുനികതയിലേക്ക്. ഈ ചാപ്റ്ററിൽ നിന്ന് വേറെയും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് UPSC പരീക്ഷയിൽ. അവിടെ കൃത്യമായി കൊടുത്തിട്ടുണ്ട് സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രക്ഷോഭങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് വൈക്കം സത്യാഗ്രഹം, TK മാധവന്റെ നേതൃത്വത്തിൽ എന്ന് പറഞ്ഞിട്ട് കൃത്യമായി അവിടെ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സാമൂഹ്യ പരിഷ്കർത്താവായ വാഗ്ഭടാനന്ദൻ രൂപം നൽകിയ പരിഷ്കരണ പ്രസ്ഥാനമേത്? ഓപ്ഷൻ ബി ആണ് ആത്മവിദ്യാസംഘം. 7th സ്റ്റാൻഡേർഡ് പേജ് നമ്പർ 97. വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാസംഘം സ്ഥാപിച്ചു എന്ന് കൃത്യമായി അവിടെ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1929 ലാഹോർ സമ്മേളനത്തിൻ്റെ പ്രഖ്യാപനങ്ങളിൽ ഉൾപ്പെടാത്തത് താഴെ പറയുന്നവയിൽ ഏതാണെന്ന്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. സിവിൽ നിയമലംഘന സമരം പിൻവലിക്കാൻ തീരുമാനിച്ചു. ഈ ചോദ്യം വന്നിരിക്കുന്നത് 10th സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസ് സമരവും സ്വതന്ത്രവും. വേറൊരു ക്വസ്റ്റ്യനും ഈ ചാപ്റ്ററിൽ നിന്ന് വന്നിരുന്നു. 1929 ലാഹോറിൽ വെച്ച് ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനം, അതിൻ്റെ തീരുമാനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സിവിൽ നിയമലംഘനം ആരംഭിക്കാനാണ് തീരുമാനിച്ചത്, പിൻവലിക്കാനല്ല. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കോഴിക്കോട് ആരുടെ നേതൃത്വത്തിലാണ് ഉപ്പ് നിയമം ലംഘിച്ചത്? ഓപ്ഷൻ എ, മുഹമ്മദ് അബ്ദുറഹ്മാൻ ആണ് കറക്റ്റ് ആൻസർ. 10th സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസ് തന്നെയാണ് കേരളം ആധുനികതയിലേക്ക്, പേജ് നമ്പർ 163. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1946 പുന്നപ്ര വയലാർ സമരം തിരുവിതാംകൂറിലെ ഏത് ദിവാന്റെ ഭരണ പരിഷ്കാരങ്ങൾക്കെതിരെ നടന്ന സമരമാണ്? ഓപ്ഷൻ ബി ആണ് ദിവാൻ സർ CP രാമസ്വാമി അയ്യർ. പേജ് നമ്പർ 165, സെയിം ചാപ്റ്ററാണ് കേരളം ആധുനികതയിലേക്ക്. 1946 നടന്ന പുന്നപ്ര വയലാർ സമരം എന്ന് പറഞ്ഞിട്ട് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ദിവാൻ സർ CP രാമസ്വാമിയുടെ ഭരണ പരിഷ്കാരങ്ങൾക്കെതിരെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റിസർവ് ബാങ്കിനെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. 1ഉം 2ഉം ശരിയാണ്. വായ്പ നിയന്ത്രിക്കൽ സർക്കാരിൻ്റെ ബാങ്ക്. 1 രൂപ നോട്ട് അച്ചടിക്കൽ റിസർവ് ബാങ്കിൻ്റെ ജോലിയല്ല. അത് 10th സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസ് ധനകാര്യ സ്ഥാപനങ്ങളും സേവനങ്ങളും എന്ന് പറയുന്ന ചാപ്റ്ററിൽ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. നോട്ട് അച്ചടിച്ചറിക്കൽ ധർമ്മങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സയൻസിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് SCRTയിൽ നിന്ന് ചോദിച്ചിരുന്നു. 12th സ്റ്റാൻഡേർഡ് കെമിസ്ട്രിയിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ സോഴ്സ് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.